സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റിവെച്ച മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നു. ഈ മാസം 18 മുതൽ അടുത്ത മാസം 8 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി. ജനങ്ങളെ വലയ്ക്കാതെ റേഷൻ വിതരണത്തെ ബാധിക്കാത്ത രീതിയിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം. സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു റേഷൻ കടകൾ വഴിയുള്ള മസ്റ്ററിംഗ് ആരംഭിച്ചത്. അന്ന് വലിയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് നടത്താൻ കഴിയാതെ മടങ്ങിപ്പോയത്. റേഷൻ വിതരണവും താളം തെറ്റി. അതോടുകൂടി അത് മാറ്റിവെക്കുകയായിരുന്നു. ഇനി ഓണത്തിന് ശേഷം 18-ാം തീയതി മുതൽ ഒക്ടോബർ 8 വരെ 3 ഘട്ടങ്ങളിലായി വിവിധ ജില്ലകൾക്ക് തീയതി നൽകിക്കൊണ്ടാണ് മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി പോകുന്നത്. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളും ആ കാർഡിൽ അംഗങ്ങളും റേഷൻ കടയിലോ അല്ലെങ്കിൽ റേഷൻ കട ഉടമകൾ നടത്തുന്ന ക്യാമ്പുകളിലോ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. പക്ഷേ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുവെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത്. എന്തൊക്കെ വ്യക്തതയാണ് ഈ കാര്യത്തിൽ ഇനി വരാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്റ്ററിംഗ് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനൊരു വ്യക്തത വേണം. കാരണം സ്കൂളുകളിൽ അംഗനവാടികളിലൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഞങ്ങളുടെ പോസ്റ്റ് മെഷീനായിട്ട് പോകണം. അപ്പോൾ റേഷൻ വിതരണം നടക്കില്ല. അപ്പോൾ റേഷൻ വിതരണം തൽക്കാലം നിർത്തിവെച്ചുകൊണ്ടായിരിക്കണം മസ്റ്ററിംഗ് നടക്കേണ്ടത്. ഇത് നടന്നാലേ കേന്ദ്രത്തിൽ നിന്ന് റേഷൻ ലഭിക്കൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കാർഡ് ഉടമകൾ സഹകരിക്കണം. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അവരെയും കൂടി സഹകരിപ്പിക്കണം. ഈ നിലവിലെ സെർവറിന്റെ പ്രശ്നം നിലവിൽ ഞങ്ങളുടെ സെർവർ പ്രശ്നം ഇപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവണം. അതിൻ്റെ ഇടയിൽ കാർഡ് ഉടമകളെയും റേഷൻ വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ ഈ കാര്യങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാണ്. ഇതൊരു ഗൈഡ് ലൈൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഓണത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾ ഓണത്തിന് മുൻപ് തന്നെ അരിയും സാധനം വാങ്ങി പോകുമല്ലോ, തിരക്ക് കുറയാൻ സാധ്യതയില്ല. ഓണത്തിന് മുമ്പ് ഏകദേശം 90% ആൾക്കാരും റേഷൻ വാങ്ങി പോകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കമ്പ്യൂട്ടറിലും വീടുകളിൽ നിന്ന് മൊബൈൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനും കൂടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് ഈ സംവിധാനം വിജയിപ്പിക്കാൻ പരമാവധി റേഷൻ വ്യാപാരികൾ തയ്യാറാണ്. ഒരു വലിയ കൂട്ടായ്മയോടുകൂടി ഇത് ചെയ്താൽ മാത്രമേ ഇത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ മസ്റ്ററിംഗ് സംവിധാനം നിർബന്ധമാണ്. പക്ഷേ അത് ലളിതമായി ചെയ്യണം. റേഷൻ വിതരണം തടസ്സപ്പെടാത്ത രീതിയിൽ, സെർവർ ഡൗൺ ആകാത്ത രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.